നിങ്ങളുടെ കുഞ്ഞ് അയൺ ഡെഫിഷ്യൻ്റ് ആണോ? എങ്ങനെ അറിയാം? ഞാൻ ഡോക്ടർ അസിയ മെഹറിൻ. കുഞ്ഞ് അയൺ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ കുഞ്ഞ് ചില സിംറ്റംസ് കാണിക്കും. അതായത് കുഞ്ഞിന് വിശപ്പ് കുറവായിരിക്കും, നോർമലായിട്ട് വെയിറ്റ് ഗെയിൻ നടക്കുന്നുണ്ടാവില്ല, കുഞ്ഞ് ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും, ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും, കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കുഞ്ഞ് ചെളി, മണ്ണ് ഇല്ലെങ്കിൽ ഐസ് പോലുള്ള നോൺ ഫുഡ് ഐറ്റംസ് കൺസ്യൂം ചെയ്യാനുള്ള പ്രവണത കൂടും. ഇനി കുഞ്ഞിന് ഈ സിംറ്റംസ് ഒക്കെ ഉണ്ട്, അതായത് അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ അത് എഫക്റ്റ് ചെയ്യും. അതുപോലെ നോർമൽ ഗ്രോത്ത് പാറ്റേൺ സംഭവിക്കില്ല. പിന്നെ കുഞ്ഞിന് വീക്ക്നെസ്സും ഫറ്റീഗും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ലോങ് ടേം ആയിട്ടുള്ള ബിഹേവിയറൽ ഡിസോർഡേഴ്സിനും സാധ്യതയുണ്ട്. ഇനി കുഞ്ഞിന് ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നെങ്കിൽ അത് വേം കംപ്ലയിൻസ് കൊണ്ടാവാം, ഇല്ലെങ്കിൽ പുവർ ഹൈജീൻ കൊണ്ടാവാം, അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട്, അതായത് 6 months കഴിഞ്ഞിട്ടും എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്, കോംപ്ലിമെൻ്ററി ആയിട്ട് അയൺ റിച്ച് ഫുഡൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിലും കുഞ്ഞിന് അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാവാം. സേവ് ദിസ് ഫോർ ലേറ്റർ. ഷെയർ വിത്ത് ന്യൂ മോംസ്.